നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് ഔപചാരികമായി ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിട്ടുവന്നിരിക്കുന്ന കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാൻ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. നമസ്കാരം സാർ. നമസ്കാരം. 32 വർഷത്തെ ബന്ധം, UDFുമായുള്ള ബന്ധം, അതിൻ്റെ നേതാവ് എന്ന നിലയ്ക്കുള്ള പദവി എല്ലാം വിട്ട് താങ്കൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിപ്പോൾ മനോവേദനയുടെ ഒരു സമയമാവാം, ഇനിയുള്ള രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിൻ്റെ സമയമാവാം. അങ്ങനെ പലതരം വികാരങ്ങൾ താങ്കളിൽ ഉണ്ടാകാം. ഏത് വികാരമാണ് മുന്നിൽ നിൽക്കുന്നത്? അതിപ്പോൾ ഈ വികാരമൊന്നും ഇപ്പോൾ ഇല്ല. എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ ഭാരം, ഒരു അപമാനം, എനിക്കൊരിക്കലും താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഭരണം. ആ ഭരണത്തിൽ നിന്ന് എനിക്ക് വിട്ടുമാറാനൊരവസരം അവർ തന്നെ ഉണ്ടാക്കി തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതുപോലെ ജനങ്ങളെ കളിപ്പിക്കുന്ന, പറഞ്ഞു കളിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ നേടണമെന്ന് കഴിഞ്ഞ 3-4 കൊല്ലമായി ആഗ്രഹിച്ചു കൊണ്ടിരുന്നതാണ്. പിന്നെ ആളുകളെ, സീനിയേഴ്സിനെ അവമാനിക്കുക, പാർട്ടികളെ ഭിന്നിപ്പിക്കുക. ഇപ്പോൾ ഗൗരിയമ്മയെ ഭിന്നിപ്പിച്ചതും MP രാഘവനെ ഭിന്നിപ്പിച്ചതിൻ്റെ ഒക്കെ മുന്നിൽ നിന്നവരാ കോൺഗ്രസ്സാണ്. ഘടകകക്ഷി സ്ഥാനാർത്ഥികൾ നിന്ന് കഴിഞ്ഞാലായാലും പാർലമെൻറ്റിലായാലും അവരെ തോൽപ്പിക്കുക, വോട്ട് തന്നെ ജയിച്ച്. ഇപ്പോൾ വീരേന്ദ്രകുമാറിനെ തകർത്തു, പാലക്കാട്ട് കൊണ്ട് നിർത്തി. പാലക്കാട്ട് ഒരുപക്ഷെ ജയിക്കലായിരിക്കാം, എങ്കിലും ഇത്രയും വലിയൊരു കനത്ത തോൽവിയുടെ കാരണം ഞാൻ ഇനി വിശദമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അതെ, ഒരുപക്ഷെ ആ റിപ്പോർട്ട് വരാതിരിക്കാനും കൂടെ ആയിരിക്കും എന്നോട് ഈ നയം സ്വീകരിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത്, എൻ്റെ അതിൻ്റെ മുഴുവൻ രേഖകളുമുണ്ട്. അപ്പോൾ കരട് റിപ്പോർട്ട് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ജോണി നെല്ലൂർ അവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. അയാളെ അങ്കമാലി തോൽപ്പിച്ചു, പാർലമെൻറ്റ് വന്നപ്പോൾ അവിടെ ജയിച്ചു. ഇതാണ് കൊട്ടാരക്കരെ തോൽപ്പിച്ചു, കേരള കോൺഗ്രസിനെ. ഗൗരിയമ്മയെ തോൽപ്പിച്ചു, MP രാഘവനെ തോൽപ്പിച്ചു. ഘടകകക്ഷികളെ മാണിയെ തോൽപ്പിക്കാൻ അങ്ങേയറ്റം ശ്രമിച്ചു. മാണി ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നെങ്കിലും. പക്ഷേ PC ജോർജിൻ്റെ 5 പഞ്ചായത്തുകൾ ഇതിനകത്ത് ചേർത്തുകൊണ്ടാണ് പാലായിൽ മാണി രക്ഷപ്പെട്ടത്. പഴയ പാലായി തോറ്റു മാണി. പക്ഷെ താങ്കൾ മുന്നണി വിട്ടുപോയത്, താങ്കളുടെ പാർട്ടി മുന്നണി വിട്ടുപോയത് പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് വലിയൊരു കാര്യമൊന്നുമല്ല എന്നുള്ള മട്ടിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിന്നുള്ള ആദ്യ പ്രതികരണം. ആയിരിക്കാമല്ലോ. പക്ഷെ ഒരു കാര്യം എനിക്ക് സാധിക്കാൻ പറ്റി. ഉമ്മൻചാണ്ടിയെ ആദ്യത്തെ റൗണ്ട് തോൽപ്പിച്ചത് ഇതിൽ നിന്ന് ആരും പുറത്തു പോകുകയില്ല, ഇത് കണ്ടാലും പനിക്കണ്ട, ഈ കെട്ടിൽ കണ്ടാലും പനിക്കണ്ട എന്നുള്ളത് ഉമ്മൻചാണ്ടി പറഞ്ഞത് വ്യർത്ഥമാണ്. അത് ഉമ്മൻചാണ്ടി പറഞ്ഞ പല കാര്യങ്ങളും വ്യർത്ഥമാകാൻ പോകുന്നു എന്ന് തെളിയിക്കാനുള്ള അവസരം എനിക്ക് കിട്ടും. അതിന്റെ തുടക്കമാണ്. ഇത് പിള്ള എന്ന വ്യക്തി ഒരു മുന്നണിയിൽ നിന്ന് മാറിയതല്ല, ഒരു രാഷ്ട്രീയ കക്ഷി തന്നെ മാറി അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും. ഒരു കല്ലിളകി. അത് ഇതൊരു കോട്ടയാണ്. UDF എന്ന് പറഞ്ഞ ഒരു കോട്ടയായി കെട്ടിപ്പടുത്താണ്. ആ കോട്ടയിൽ ഒരു കല്ലിളകിയാൽ ഈ കല്ലിൽ പിന്നെ അതിനകത്തൂടെ വെള്ളം കയറാൻ തുടങ്ങും. കപ്പലിൻ്റെ ഒരു ദ്വാരം വരുന്ന പോലായത്. കപ്പലിൻ്റെ ഒരു ദ്വാരം വരുന്ന പോലാണ്. അത് പോയി. ഇനി ദ്വാരങ്ങൾ വലുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. രണ്ട് കല്ല് ഇളകുമെന്ന് താങ്കൾ പ്രവചിച്ചിട്ടുണ്ട്. അത് 2 പാർട്ടിയെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞേക്കുന്നതല്ല, വീരേന്ദ്രകുമാറിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പക്ഷേ വീരേന്ദ്രകുമാറിനും വളരെ കാലവിരാന്തിക്കണ്ട. വീരേന്ദ്രകുമാറിനെ ഇത്രയും വലിയ ചതിവ് ഇവരുടെ വീരേന്ദ്രകുമാറിന് എങ്ങനെ വയ്ക്കും? ഇനിയിപ്പോൾ വീരേന്ദ്രകുമാറിനോട് പറഞ്ഞിരിക്കുന്ന രാജ്യസഭ കൊടുക്കാവുന്ന, അതിപ്പോൾ രാജ്യസഭ ഒരു സീറ്റ് കോൺഗ്രസ് എടുക്കും, 2ാമത് സീറ്റ് മുസ്ലിം ലീഗിന് കൊടുത്തേ പറ്റൂ. അതാണ് എൻ്റെ ഒരു ന്യായവും. കാരണം മുസ്ലിം ലീഗിന് സീറ്റില്ല. അങ്ങനെ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അപമാനിക്കും. മാണി വിഭാഗം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ജോസഫ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് നമുക്കറിയാം. അവരുടെ മനോഭാവം എന്താണ്? അത് എനിക്കതിനെ പറ്റി അവരല്ലോ. ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനമായ, അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത്, ഇത് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ ആളാണല്ലോ ഞാൻ, അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത് PT ചാക്കോയ്ക്കും KM ജോർജിനും ശേഷം ആ സഭകളുടെ നേതാവായി അവർക്ക് അംഗീകരിക്കേണ്ടി വന്ന, കാരണം ബാലകൃഷ്ണപിള്ള വേറെ സമുദായമാണല്ലോ, അംഗീകരിക്കേണ്ടി വന്ന ജൂനിയറായിരുന്ന KM മാണിയോടൊപ്പം കുറേ കാലമായി നിൽക്കുന്നവരാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പോടുകൂടി ചിലരെങ്കിലും മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിതാക്കന്മാർ. ആ പിതാക്കന്മാരുടെ നിലപാട് എന്താണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുകയല്ലാതെ കേരള കോൺഗ്രസിന് വലിയ ആസ്തിത്വമില്ലല്ലോ. അതിന്റെ പ്രത്യാഘാതം, ചിലരെങ്കിലും മാറി ചിന്തിക്കുന്നതിന്റെ പ്രത്യാഘാതം ഏകീകൃത കേരള കോൺഗ്രസ് എന്ന അവകാശവാദത്തോടെ നിൽക്കുന്ന മാണി കേരള കോൺഗ്രസിൽ ഉണ്ടാവുമോ? ഏകീകൃത കേരള കോൺഗ്രസ് എന്ന് അവർ പറഞ്ഞാൽ ഒക്കുകയല്ലോ. അത് അവരവകാശപ്പെട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. ഏകീകൃത കേരള കോൺഗ്രസ് ഉണ്ടായ കാലത്ത് കൊല്ലം ജില്ലയിൽ നിന്ന് 6 സീറ്റ് ഒറ്റയ്ക്ക് ജയിച്ച പാർട്ടിയായി കേരള കോൺഗ്രസ്. അതെ, പിന്നെ കേരള കോൺഗ്രസ് മാണിക്ക് നല്ലൊരു മണ്ഡലങ്ങൾ പോലും ഇല്ലല്ലോ, ഇവിടെ ഒരു പഞ്ചായത്ത് പോലും ഇല്ലെന്തോ. അപ്പം പിന്നെ അതുകൊണ്ട് ഏകീകൃത കേരള കോൺഗ്രസ് അതിനെ പറ്റി വിളിക്കാൻ ഒക്കുമല്ലോ.
ഒരു പ്രധാന മുന്നണി വിട്ടിറങ്ങുന്ന പലർക്കും പല തെരഞ്ഞെടുപ്പ് സാധ്യതകൾ, ചോയ്സസ് മുന്നിലുണ്ട്. താങ്കൾക്ക് LDF ഒരു ചോയ്സാണ്. ഇവിടെ എപ്പോഴും കുറേ കാലമായി BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നു, താങ്കൾ തള്ളി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ BJP ഒരു ചോയ്സാണ്. ആം ആദ്മിയൊക്കെ മുൻനിർത്തി ഈ പാർശ്വവൽകൃത പാർട്ടികളുടെ ഒരു ഏകോപനം എന്നൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്. താങ്കളാവട്ടെ ഇപ്പോ പറഞ്ഞത് LDF-നോട് അയിത്തമില്ല എന്നാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിതം ആരംഭിച്ച ആളാണ്. എൻ്റെ വീക്ഷണങ്ങളിൽ ഇന്നും ആ വീക്ഷണമുണ്ട്. എൻ്റെ ലളിത ജീവിതം, ഞാനൊരു ലളിത ജീവിതക്കാരനാണ്. ലളിത ജീവിതം, ഒരു കാറൊക്കെ ഉപയോഗിക്കുന്നതിൽ ആളിച്ചത്തല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള കാലത്ത് കാർ ഉപയോഗിക്കുന്ന ആളാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് വളരെ ലളിത ജീവിതമാണ്, ലളിതമായ ഭക്ഷണമാണ്. ഞാൻ ഹോട്ടലിൽ താമസിക്കില്ല. 5 സ്റ്റാർ ഹോട്ടലിലോ 2 സ്റ്റാർ ഹോട്ടലിലോ ഒരു കയറി. ഞാൻ TV-യിലും ഗസ്റ്റ് ഹൗസിലെയും ഭക്ഷണമല്ലാതെ കഴിക്കില്ല. വളരെ ചെറിയ ജീവിതമാണ്. പക്ഷേ രാഷ്ട്രീയത്തിന് വേണ്ടി ഒരുപാട് സഹായം ആളുകൾക്കൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ എനിക്ക് ഒരു വർഗീയ പാർട്ടിയിൽ നിന്നും ചേരാൻ പറ്റില്ല. അത് ഞാൻ അംഗീകരിക്കുന്നില്ല. പണ്ടും അംഗീകരിക്കില്ല, ഇന്നും അംഗീകരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ആരോടെങ്കിലും അയിത്തമില്ലായ്മ ഉണ്ടെങ്കിൽ അത് ഇടതുപക്ഷ മുന്നണിയിലെ ചില പാർട്ടികളോടാണ്. എല്ലാവരോടും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷമുള്ള ചില പാർട്ടികളോടാണ്. കാരണം ഞാൻ വളർന്നത് 22 വയസ്സ് വരെ, 22, 23 വയസ്സ് വരെ ഞാൻ പ്രവർത്തിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം, രഹസ്യമൊന്നുമല്ല. ഇന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ച പലരും പോയി. PKV എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നത്, വിദ്യാർത്ഥി കൂടിയുണ്ട് കൊണ്ടുവന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന അനിരുദ്ധന, ഞാൻ കൂടെ അനിരുദ്ധനെ പോയി കാണാറുണ്ട്. പക്ഷേ അനിരുദ്ധൻ്റെ സ്ഥിതി കാണുമ്പോൾ എനിക്ക് വളരെ സങ്കടമാണ്. കാണാത്തപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ദുഃഖമാണ് കാണുമ്പോഴുള്ളത്. ആ അനിരുദ്ധനമൊക്കെ ആയിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഈ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനോടൊരു അഫിനിറ്റി കിടപ്പുണ്ട് എന്ന് വിചാരിച്ചപ്പോൾ ഇടതുപക്ഷമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇടതുപക്ഷം നമ്മളോട് സംസാരിച്ചിട്ടില്ല. ഒന്നുമില്ല. ഞാൻ കള്ളം പറയുകയില്ല, കള്ളം ചെയ്യുകയില്ല, കള്ളം പറയുകയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാറുണ്ട്, എപ്പോഴും പറയാറുള്ളത്, സത്യം പറയുന്നത് രാഷ്ട്രീയത്തിൽ നമ്മൾ നിൽക്കുന്നതിന് അപകടമാണെങ്കിൽ അത് പറയാതിരിക്കും എന്നുള്ളതല്ലാതെ കള്ളം പറയില്ല. ഈ കാര്യത്തിലും അത് തന്നെ. യാതൊരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിട്ടില്ല. LDF-ലേക്ക് ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് ബിയുടെ പ്രവേശനം സുഗമമാകും എന്നുറപ്പുണ്ടോ? നേരത്തെ DIC മുതൽ INL അടക്കം, ഇപ്പോ JSS, പിന്നെ അരവിന്ദാക്ഷൻ നേതൃത്വം കൊടുക്കുന്ന CMP, അവരെ ഒന്നും അത്തരത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല. DIC-ക്കൊക്കെ മാറിപ്പോകേണ്ടി വന്നു. അത്തരത്തിലുള്ള ചില പ്രവണതകൾ LDF-ലുണ്ട്. VS അച്യുതാനന്ദൻ എടുക്കുന്ന ഒരു നിലപാടിനെ കുറിച്ച് ഉള്ള പ്രതീതികൾ വളരെ പരസ്യമാണ്. ഒപ്പം തന്നെ CPI-ക്ക് മറ്റൊരു രാഷ്ട്രീയ കക്ഷി പ്രവേശിക്കുന്നതിൽ വളരെ വിപ്രതിപത്തി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ താങ്കളുടെ LDF-നോട് ചേർന്ന് പോകാനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഘടകങ്ങളാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, കരുതുന്നില്ല. അതായത് അതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് ഇതുമായിട്ട്. കാരണം കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ശക്തി എന്ത് എന്ന് ഒറ്റയ്ക്ക് അളന്നൊന്നും ഇട നോക്കിയിട്ടില്ല. പക്ഷേ ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ആൾക്ക് നിരന്തരമായ ഈ രാജ്യത്തെ രാഷ്ട്രീയ ഇടപെടലുകളും നിരന്തരമായ പൊതുപ്രവർത്തനത്തിൻ്റെ പങ്കും ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും ഏത് മുന്നണിയായാലും അതിന് ഗുണം ചെയ്യുമെന്ന് എൻ്റെ വിശ്വാസം. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ ഒരു 3-4 ജില്ലകളിൽ ഐക്യ ജനാധിപത്യ മുന്നണി തൂത്തെറിയപ്പെടും. വെല്ലുവിളിയാണത്. അത് സംശയമൊന്നും വേണ്ട, ഒരു സംശയവും വേണ്ട. അത് ഉണ്ടായിട്ടുണ്ടല്ലോ. കേരള കോൺഗ്രസ് ഉണ്ടായ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാണിക്യമുടങ്ങുന്ന സ്വാധീനമൊന്നുമില്ലല്ലോ ഈ പറയുന്നത്. തിരുവനന്തപുരം സ്വാധീനമുണ്ടോ? കൊല്ലം സ്വാധീനമുണ്ടോ? പത്തനംതിട്ട എന്നാ സ്വാധീനമുള്ളത്? പത്തനംതിട്ട സ്വാധീനമുണ്ട്. റാന്നിയിൽ മറ്റേ കൊച്ചൻ ജയിക്കില്ലല്ലോ, ജയിച്ചുകൊണ്ടിരിക്കുകയല്ലോ. മധ്യ അല്ല മലബാറിലും ഒക്കെ എനിക്ക് കുറേ അധികം ഫോളോയിങ് ഉണ്ട്. ഒരാളെ തോപ്പിക്കാനും ജയിപ്പിക്കാനും ഉള്ള ഫോളോയിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് LDF അത് പരിഗണിക്കുമായിരിക്കാം, എനിക്കറിയില്ല, ഞാനത് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഏതായാലും ഈ എന്നെപ്പോലെ സീനിയറായ ഒരാളെ സമൂഹം അംഗീകരിക്കുന്ന, ഞാനീ പറഞ്ഞത് രാഷ്ട്രീയം മാത്രമല്ല, സമൂഹം അംഗീകരിക്കുന്ന ഒരാളെന്നുള്ളതിനിൽ ഞാൻ ഏത് മുന്നണിയിൽ നിന്നാലും അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് ഈ രാജ്യത്ത് പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ്. താങ്കൾ അഴിമതിക്കാരൻ എന്ന് പറയുകയും താങ്കൾക്കെതിരെ കേസ് നടത്തുകയും ചെയ്ത ഒരു മുന്നണിയാണത്. ഗണേഷ് കുമാറിന്റെ എതിരായ പ്രശ്നം വന്നപ്പോൾ അതിനെതിരെ നിലപാടെടുക്കുകയും ഗണേശിനെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രചാരണം നടത്തുകയും ചെയ്ത ഒരു മുന്നണിയാണിത്. ഇതൊക്കെ തടസ്സമായി മാറുമോ? അറിയില്ല.
ഞാനതൊന്നും അന്വേഷിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മനസാക്ഷിയാണ് എനിക്ക് വലുത്. ഈ മുന്നണി നിൽക്കാൻ ഒക്കില്ല എന്ന് കാണുകയും അഴിമതി ആരോപണം ഉന്നയിച്ച് എന്നോട് വളരെ മോശമായി രീതിയിൽ പെരുമാറുകയും അവഗണിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മറ്റൊന്നും നോക്കാൻ ഞാൻ ചോദിക്കുന്നേ, അതിനകത്ത് നിന്ന് കാലുവാരുന്ന ഒരു സാഹചര്യത്തെക്കാൾ നല്ലതല്ലേ സ്വതന്ത്രമായി നിന്നു നല്ല വായു ശ്വസിച്ച് നല്ല വെള്ളം കുടിച്ച് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത്? ഇതൊന്നും ഇല്ലേലും. കേരള കോൺഗ്രസിലെ മറ്റൊരു തലമുതിർന്ന നേതാവ് കെ.എം. മാണി പല കാരണത്താൽ ഇപ്പോൾ രാഷ്ട്രീയമായി പരിക്ഷീണനായി നിൽക്കുകയാണ്. താങ്കൾ മുൻനിർത്തി കേരള കോൺഗ്രസുകളുടെ ഒരു ഏകോപനം, എന്തെങ്കിലും ഒരു അർത്ഥം, ഒരു ആഗ്രഹം? ഇന്ന് മാണിയെയും കേരള കോൺഗ്രസിനെയും ജന്മം മുതൽ എതിർത്തുകൊണ്ടിരുന്ന ഒരു പാർട്ടി കഴിഞ്ഞ കുറേ നാളായിട്ട് മാണിയെ സപ്പോർട്ട് ചെയ്യാതെ എനിക്ക് തന്നെ ഒരു അത്ഭുതമാകുന്നുണ്ട്. കേരള കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാ സന്നാഹങ്ങളോടും കൂടി ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്താ കാര്യം? കേരള കോൺഗ്രസിൻ്റെ താല്പര്യമാണോ രക്ഷിക്കുന്നത്? അതെ, അവരുടെ താല്പര്യം കേരള കോൺഗ്രസ് രക്ഷിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണോ മാണിയെ പിന്താങ്ങുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇതിൻ്റെ പ്രാരംഭം മുതൽ കേരള കോൺഗ്രസിനെ തകർക്കാനും നശിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്ന കോട്ടയത്തെ ഒരു പത്രം ഇപ്പം മാണിയുടെ കൂടെ കൂടി എന്തിനാ? അപ്പോൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തെ ഉപയോഗിക്കുക, അല്ലാതെ കേരള കോൺഗ്രസിൻ്റെ താല്പര്യം സംരക്ഷിക്കാനല്ല ആ ആളുകൾ കൂടെ കൂടിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ കേരളത്തിലെ അഭിവന്യരായ സഭയിലെ മെത്രാന്മാർക്കും അതുള്ളവർക്കും ഉണ്ട്. സ്വന്തം സഭ പോലും അംഗീകരിക്കാത്ത ആളുകളെ വേറെ ആരാ അംഗീകരിക്കുന്നത്? കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങളിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. താങ്കൾ നേരിട്ട വിവേചനം, UDF-ൽ താങ്കൾക്കുണ്ടായ അനുഭവം പ്രധാനമായും ജാതീയതയിൽ നിന്നുണ്ടായതാണ്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നത്. അത് ഓരോരുത്തരുടെ സൗകര്യം റിപ്പോർട്ട്. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ. അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ റെക്കോർഡ് ചെയ്തതുണ്ടല്ലോ, പത്രത്തിൽ വരുന്നതല്ലോ. ഞാനൊരു ജാതീയ വിശ്വാസിയല്ല. ഞാൻ ജാതി മുൻനിർത്തി താങ്കൾ UDF-ൽ ആക്രമിക്കപ്പെട്ടുവോ? അതാണ്. ആക്രമിക്കപ്പെട്ടു. നായരായതുകൊണ്ട് വേട്ടയാടപ്പെട്ടു. ആക്രമിക്കപ്പെട്ടു. അതായത് യാതൊരു പരിഗണനയും എനിക്ക് തരാതിരുന്ന പല കാര്യങ്ങളിലും പരിഗണന, സത്യത്തിനും നീതിക്കും വേണ്ടി നടക്കുന്ന പരിഗണനയിൽ ഞാൻ പിന്തള്ളപ്പെട്ടത് വലിയ അഴിമതിക്കാരും യാതൊരു പരിചയവുമില്ലാത്ത ഒരു മാന്യതയില്ലാത്ത തറ കൈക്കൂലി മേടിക്കുന്ന ആളുകൾ മന്ത്രിമാരായി ഇരുത്തിക്കൊണ്ട്, അതൊക്കെ ജാതിയുടെ പേരില്ല, ഇരുത്തിക്കൊണ്ട് ഗണേശനെ പോലെ പ്രാപ്തനായ അഴിമതി ഒന്നും കാണിക്കാത്ത 3 പ്രാവശ്യം നിയമസഭയിൽ വന്ന ഗണേശനെ പുറത്ത് നിർത്തിയ ഉൾപ്പെടെ അതാണെന്നാണ് ജനം പറയുന്നത്. എനിക്കങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. എനിക്ക് ഗണേശൻ മന്ത്രിയാകണമെന്ന് വലിയ നിർബന്ധമില്ലായിരുന്നു. അത് വേറൊരു കാര്യം. അത് അടുത്ത ഒരു കാര്യം ഞാൻ പറയാം, ഞാനിപ്പോഴും ആവർത്തിക്കാം. ഞാൻ ഇന്നലെ അത് പറഞ്ഞു. എന്നോട് PC ജോർജ് പറഞ്ഞ കാര്യങ്ങളോട് അടുത്തൊരു കാര്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് താങ്കൾ പറഞ്ഞത്. PC ജോർജിന്റെ ചോരയല്ല താങ്കളുടെ ചോര എന്നതുകൊണ്ടാണ് താങ്കൾ ആക്രമിക്കപ്പെട്ടത്. അത് ജാതിയുടെ പേരിലാണ് അവർ ചെയ്തത്. പക്ഷെ ഞാൻ ജാതിയുടെ പേരിലല്ല. ഞാൻ ജാതി പറയുകയില്ല. എനിക്ക് ജാതി പറയുന്നത് താല്പര്യമില്ല. ജാതി പറഞ്ഞ് വോട്ട് വേണ്ട, അതിലൊന്നും താല്പര്യമില്ല. UDF-നെ കുറിച്ചുള്ള അങ്ങനെ ജാതി പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. ഇത്രയും കാലമായിട്ട് താങ്കൾ ജാതി പറയുന്ന അതിലേക്ക് കടക്കുന്നില്ല. UDF-നെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ അതൊരു രാഷ്ട്രീയ മുന്നണി ആയിരിക്കെ തന്നെ ഒരു സാമുദായിക കോൺഫെഡറേഷൻ ആണ് എന്നും പറയാറുണ്ട്. അങ്ങനെ പറയുന്നതിൽ ഒരു ഘടകം, അങ്ങനെ പറയുമ്പോൾ ഒരു ഘടകം നായരുമാണ്. എന്നിട്ടും നായരായ താങ്കൾക്കും ഗണേശനും നായരായതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടു, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആകാത്തതിന്റെ പേരിൽ അവഗണിക്കപ്പെട്ടു. അങ്ങനെ ക്രിസ്ത്യാനിക്കൊന്നും അവിടെ ഒന്നും പരിഗണനയൊന്നുമില്ല. ക്രിസ്ത്യാനിയിലെ ഏറ്റവും വലിയ സഭയായ സീറോ മലബാർ സഭയെ പോലും ആരും അവിടെ പരിഗണിക്കുന്നില്ല. ക്രിസ്ത്യാനിയായോണ്ടൊന്നുമില്ല. മാണിയെ പരിഗണിക്കാൻ ചുമതലപ്പെടുത്തിയ മാണി പരിഗണിച്ചില്ലല്ലോ. അത് അവർക്ക് തന്നെ ഇപ്പോൾ ബോധ്യമുണ്ടല്ലോ. അതല്ല പ്രശ്നം. അവിടെങ്ങും ജാതി ഒന്നുമില്ല. എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ക്രൈസ്തവ സഭയാണ്. ഒരു കണക്കിന് കൊട്ടാരക്കരയൊക്കെ എന്നെ സഹായിച്ചു. അവൻ്റെ ഒരു വിഭാഗമായി തിരിച്ചടിച്ച് കഴിഞ്ഞ തവണയും അതിൻ്റെ അങ്ങേ തവണയൊക്കെ അങ്ങേപ്പുറത്ത് ജയിപ്പിച്ചതും. എനിക്ക് ജാതിയൊന്നുമില്ല. പക്ഷേ ഇത് കാണുമ്പോൾ, കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് വിവേചനം കാണുമ്പോൾ അങ്ങനെ തോന്നാം എന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അതായത് അതിന് ജോർജ് പറഞ്ഞതിൻ്റെ 100-1 പോലും ഞാനാകെ ഉള്ളത് പരസ്യമായിട്ടല്ലോ. ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ ഇതൊക്കെ 28-ാം തീയതി എനിക്കറിയാമായിരുന്നു. കൊട്ടാരക്കരയുള്ളവരും ഒക്കെ ബാറുകാർ കാശ് കൊടുത്തിട്ടുണ്ട്. ബാണിക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ. കൊട്ടാരക്കരയുള്ളവരെ ബാർ മുതലാളിമാരെ കാശ് ഇതിനു വേണ്ടി, അതായത് ഈ മന്ത്രിമാർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ഇതാണ് പറഞ്ഞത്. അതിന് എന്തോന്ന് പ്രഖ്യാപിക്കണമെന്നാ രാജമാന്യ രാജശ്രീ തങ്കച്ചൻ പറഞ്ഞത്? ഖേദം പ്രകടിപ്പിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ജോർജ് എത്ര ഖേദം പ്രകടിപ്പിക്കണം എന്ന് ഞാൻ ചോദിച്ചു. സുധീരൻ എത്ര ഖേദം പ്രകടിപ്പിക്കണം? അത് ജോർജിൻ്റെ പേര് മാത്രമേ വന്നുള്ളൂ. വേറെ പലരും എത്ര ഖേദം പ്രകടിപ്പിക്കണം? MM ജേക്കബ് ഖേദം പ്രകടിപ്പിക്കണം വേണ്ടേ? എന്നെക്കാളൊക്കെ എത്രയോ മോശമായ രീതിയിലല്ലേ MM ജേക്കബിൻ്റെ വന്നത്.
അവരാരും ഖേദം പ്രകടിപ്പിക്കേണ്ട, പിള്ള മാത്രം ഖേദം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിയിലുണ്ടായ ചേതോവികാരം ജനങ്ങളെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതേ ഉള്ളൂ. പക്ഷെ ഇത് പറയുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഉള്ളത് താങ്കളുടെ ഇപ്പോൾ എടുത്ത നിലപാടുകളെ താങ്കൾ കൂടി അംഗമായിട്ടുള്ള NSS തള്ളിക്കളഞ്ഞില്ലേ? പറഞ്ഞോ? എനിക്കറിയില്ല. NSS അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇല്ലല്ലോ. NSSൽ ഞങ്ങളൊക്കെ ഉള്ളപ്പോഴും NSSൻ്റെ രാഷ്ട്രീയം ഇല്ലല്ലോ. താങ്കൾക്ക് NSSന്റെ പിന്തുണയുണ്ട്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എനിക്ക് NSSൻ്റെ പിന്തുണ. ഞാൻ 58 കൊല്ലമായി ജീവിച്ചിരിക്കുന്നതിൽ മന്നത്ത് പത്മനാഭനുമായിട്ട് ഒത്തിരി പ്രവർത്തിച്ച ഏക വ്യക്തി ഞാനാണ്. താങ്കളിപ്പോൾ ഈ നിർണായക നിലപാടുകൾ എടുത്തപ്പോൾ ചില ഘട്ടത്തിലെങ്കിലും സുകുമാരൻ നായരുടെ പ്രസ്താവനകൾ താങ്കൾക്കെതിരായിട്ട് സുകുമാരൻ നായർ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. സുകുമാരൻ നായർ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഈ പത്രങ്ങളിലൊക്കെ വരുന്നത്. അതിനൊന്നും ഞാൻ മറുപടി പറയില്ല. കാരണം മന്നത്ത് പത്മനാഭന്റെ കസേര, അദ്ദേഹം ഇരുന്ന കസേരയിലാണ് സുകുമാരൻ നായർ ഇരിക്കുന്നത്. മുന്നണി യോഗത്തിൽ നിന്നൊക്കെ തന്നെ വിലക്കുന്നൊരു സമീപനം ഉണ്ടായപ്പോൾ താങ്കൾ പറഞ്ഞിരുന്നു, താങ്കൾക്ക് പലതും പറയാനുണ്ട്, മുന്നണിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് പറയാത്തത്, ഇല്ലെങ്കിൽ ജനങ്ങളോട് പറയുമെന്ന് പറഞ്ഞു. പറയാനുള്ള സമയമായോ? പറയാനുള്ള സമയമായില്ല. വലിയ താമസമില്ലാതാകും. ഇപ്പോൾ UDF നിന്ന് പുറത്തു വന്നതിന് ശേഷം അതിന്റെ ബലാബലം ഒക്കെ അറിയാനിരിക്കുന്നത് ഒരു പക്ഷേ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലായിരിക്കും. ആ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ നിലപാട് എന്തായിരിക്കും? അല്ല, അത് നിലപാട് ഇപ്പം തീരുമാനിക്കാൻ പറ്റില്ല. അത് എന്താ എൻ്റെ പാർട്ടി കൂടി ആലോചിക്കണം. 1. 2, ആ നിലപാട് ഇവിടെ കേരളത്തിലൊരു മുന്നണിയെ പിടിച്ചു നിൽക്കാൻ ഒക്കത്തുള്ളൂ. മുന്നണികൾക്കും അത് ആവശ്യമാണ്. ഒരൊറ്റ പാർട്ടി എന്നുള്ളതിലേക്ക് ആർക്കും ഒന്നിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ എന്താണ് ഭാവിയിൽ ഉണ്ടാകുന്ന ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയമായ നിലപാടുകൾ എന്നുള്ളതിനെ നോക്കിയാണ് ഇലക്ഷനിൽ എങ്ങനെ വരും, എന്ത് വരുമെന്നൊക്കെ തീരുമാനിക്കും. എന്തായാലും ആ തെരഞ്ഞെടുപ്പിൽ താങ്കൾ UDFന്റെ കൂടെയല്ല. താങ്കളുടെ അസാന്നിധ്യം UDFന് എന്ത് പ്രശ്നം സൃഷ്ടിക്കും? ഇനി ഞാൻ മരിക്കുന്നത് വരെ ഞാനോ എൻ്റെ പാർട്ടിയോ UDFനോടൊപ്പം പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. മരിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം എന്നെ ദ്രോഹിച്ചു, എന്നെ അപമാനിച്ചു. ഞാൻ ഉൾപ്പെടെ കൊണ്ടു നടന്നിട്ട് എൻ്റെയും കൂടെ പേര് ഉപയോഗിച്ച് കേരളത്തെ നശിപ്പിച്ചു. ആ നാശം ഇനി കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഒരു സ്ഥാനവും ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഒരു വിരോധവും ഇല്ല. താങ്കളുടെ ഈ നിലപാട് UDFന് അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കോട്ടങ്ങൾ ഉണ്ടാക്കും എന്നൊരു നിഗമനമെങ്കിലും ഉണ്ട്? ഇപ്പോൾ നല്ല നിഗമനമുണ്ട്. പറയും. നല്ല നിഗമനമുണ്ട്. എന്താണത്? വിശദീകരിക്കും. തദ്ദേശ അത് പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഭാവിയിലുള്ള രാഷ്ട്രീയമായ കാഴ്ചപ്പാടും കൂട്ടുകെട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പറയേണ്ട കാര്യം. അല്ലാതെ ഇപ്പോൾ ഒറ്റയ്ക്ക് നമ്മളിരുന്നുകൊണ്ട് ഇന്നൊരു അസസ്മെൻറ്റ് നടത്തുന്നത് ശരിയല്ല. അത് എന്താണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് നോക്കിയിട്ട് തീരുമാനിക്കേണ്ട കാര്യം. UDFൽ താങ്കൾ എതിർത്തത് പ്രധാനമായും അഴിമതിയാണെന്ന് താങ്കൾ പറയുന്നു. അതിനെതിരായി പോരാട്ടം തുടരുമെന്ന് താങ്കൾ പറഞ്ഞു. കോടതിയിൽ വരെ പോകും എന്നും കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. വേണ്ടി വന്നാൽ കോടതി പോകും. അങ്ങനെയുള്ളൊരു കാഴ്ച ഞങ്ങൾ കാണേണ്ടി വരും ഇവിടെ. അതായത് കേരളത്തിൻ്റെ ഒരു അന്വേഷണത്തിന് മുമ്പിൽ പോകാൻ ഞാൻ തയ്യാറില്ല. നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുമെന്ന് എനിക്ക് ബോധ്യമുള്ള ഒരു ബോഡിയുടെ മുമ്പിൽ പോയി തെളിവ് കൊടുക്കുന്നതിന് ഞാൻ എടുക്കുക. അല്ലാതെ അന്വേഷണം ഏർപ്പാട് ചെയ്തവർ തന്നെ പ്രതി കുറ്റക്കാരനല്ലെന്ന് കൊച്ചി കൂടിയിരുന്ന് പ്രസ്താവന നടത്തുന്നതിനോട് അന്നേ ഞാൻ യോജിച്ചില്ല. ഇത് പുതിയ കാര്യമല്ലെന്നറിയാമല്ലോ. ഞാൻ അന്ന് പറഞ്ഞല്ലോ, എടാ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കൂടി ഉത്തരവിട്ടു മാണിക്കെതിരായിട്ട് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ. ആ വെരിഫിക്കേഷൻ തുടങ്ങി 10 ദിവസമാകുന്നതിന് മുമ്പേ എറണാകുളത്ത് ചേർന്ന് UDF യോഗത്തിന് ഇവരുൾപ്പെടെ ഇരുന്നുകൊണ്ട് മാണി പരമയോഗ്യനാണ്, കുറ്റക്കാരനല്ല. ആയിരിക്കാം, മാണി യോഗ്യനായിരിക്കാം. പക്ഷെ വെരിഫിക്കേഷനും എൻക്വയറിയും നടക്കുമ്പോൾ ഒരാളെ കുറ്റവിമുക്തരാക്കുന്നത് ലോകത്ത് ഈ കേരളത്തിൽ ഇവരല്ലാതെ വേറെ ആരെങ്കിലും ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ യോഗത്തിലില്ല. ഞാൻ യോഗത്തിന് പോകാറില്ലല്ലോ, പണ്ടേ പോകാറില്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചു ചോദിച്ചപ്പം എൻ്റെ റിയാക്ഷൻ ഞാൻ പറഞ്ഞു, ഇത് വളരെ തെറ്റാണ്. പക്ഷെ അത് വളരെ വൈഡായിട്ട് പിന്നെ ഡിസ്കസ് ചെയ്തതാണ് ആളുകൾ. ഞാനാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു അഴിമതി നടന്നുവെന്നും ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രി അതിൽ പങ്കിട്ടെന്നും ആ അന്വേഷണം തുടരണമെന്നും അന്വേഷണം നടത്തണമെന്നും അതിന് സ്ക്വാഡിനെ നിയോഗിച്ചതിന് ശേഷം അതേ ആളുകൾ ഇരുന്നുകൊണ്ട് അയാൾ നിരപരാധിയാണെന്ന് പറയുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. പോകേണ്ട കാര്യമില്ലല്ലോ. ആരെങ്കിലും ഒരു സർക്കിൾ ഇൻസ്പെക്ടറെയോ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പോയ കേരള കോൺഗ്രസ്സുകാരനായ ജോസോ അയാളെ പോലെ ഒരാളെ വെച്ചാൽ എന്താ സ്ഥിതി? അയാളെ പോലെ ഒരാളെ വെച്ചാൽ കണ്ടില്ലോ, TV യിലൊക്കെ നമ്മൾ കണ്ടല്ലോ. അയാളെ പോലെ ഒരാളെ വെച്ചാൽ മാണിയാണ് ഇടുക്കിയിലെ SP ആരാന്ന് തീരുമാനിക്കുന്നത്. അവിടെ കിട്ടാതെ പോയതിൻ്റെ കാര്യം എനിക്കറിയില്ല. പത്തനംതിട്ടയ്ക്ക് വന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷിക്കുന്നതിന് വെക്കുന്നതിന് എനിക്ക് യോജിപ്പില്ല. എന്നെ പോലെ ഒരാൾ അങ്ങോട്ട് പോകത്തുമില്ല. CBI അന്വേഷിക്കുമ്പോൾ ന്യായം പുറത്തു വരില്ല. സ്പീക്കർ G. കാർത്തികേയൻ്റെ അകാലത്തിലുള്ള മരണം മൂലം അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ്
നടക്കാൻ പോവുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് സമാന്തരമായി UDF നേരിടാൻ പോകുന്ന ഒരു രാഷ്ട്രീയ വെല്ലുവിളിയാണ്. താങ്കളുടെ അസാന്നിധ്യത്തിൽ എന്ത് സംഭവിക്കും അവിടെ? അങ്ങനെ ഏതായാലും ആ സീറ്റ് ന്യായമായിട്ട് RSP കൊടുക്കേണ്ട സീറ്റാണ്. ന്യായമായിട്ട് ഞാനത് ന്യായം പറയാം, അതിൽ പൊളിറ്റിക്കൽ പ്രിജുഡിസ് ഒന്നും വെച്ച് പറയല്ല. കാരണം 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ മാർക്സിസ്റ്റ് പാർട്ടിയും 1 പ്രാവശ്യം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ കൊല്ലം RSPയെ വിടർത്തിയെടുക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കാമെങ്കിൽ അവർ മത്സരിച്ച സീറ്റ് അവർ ഈ മുന്നണിയിലേക്ക് വന്നപ്പോൾ ആ മത്സരിച്ച സീറ്റ് അവർക്കല്ലേ കൊടുക്കേണ്ടത്? കാർത്തികനല്ല, ഇനി ഒരു പുതിയ ആൾ വരികയല്ലേ? ന്യായമായും നീതിപൂർവമായുമാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്തതെങ്കിൽ RSP കൊടുക്കണം. പക്ഷേ RSPക്ക് കൊടുക്കുകയില്ല എന്നാണ് ഇവരെ അറിയാവുന്ന എൻ്റെ വിശ്വാസം. RSPക്ക് കൊടുക്കില്ല. ഞാനെന്തിനാ RSPക്ക് വേണ്ടി വാദിക്കുന്നത് ചോദിച്ചാൽ, ഒരു സഹകക്ഷി അവിടെ എന്നെപ്പോലെ വലിയ താമസമില്ലാതെ പുറത്തു വരാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്ന, കാരണം അവിടെ നിൽക്കാൻ നോക്കില്ല, തിരക്ക് കൂടുതലാണ്, വിശ്വസിക്കുന്ന ഒരു കക്ഷിയെ ദ്രോഹിക്കണ്ടെന്ന് വിചാരിച്ചാൽ പോട്ടെ, അതവിടെ നിൽക്കട്ടെ. RSPക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ പാർട്ടി എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ. എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ ചില തീരുമാനങ്ങൾ എടുത്തു വച്ചിരുന്നതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നടന്ന് ആലോചിക്കട്ടെ. ഒരു ചെറിയ കക്ഷിയായാലും കാസർഗോഡ് മുതൽ പാറശാല വരെ ഞങ്ങൾക്ക് പ്രവർത്തകരും അത്തരം ഭാവി കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കും. ഇതും പാർട്ടിയാണ് തീരുമാനിച്ചത്. പാർട്ടി തീരുമാനിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണം എന്ന് പാർട്ടി തീരുമാനിച്ചാൽ അരയും തലയും മുറുക്കി ഞാൻ തന്നെ രംഗത്തിറങ്ങും. എനിക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും രാഷ്ട്രീയ യുദ്ധങ്ങൾ നയിക്കാനുള്ള ബാല്യമുണ്ട്. ആരോഗ്യക്കുറവില്ല, ഓർമ്മക്കുറവില്ല, കാഴ്ചക്കുറവില്ല, പല്ലിന് കുഴപ്പമില്ല, ചെവിക്ക് കുഴപ്പമില്ല, ഒന്നുമില്ല, യാതൊരു കുഴപ്പമില്ല. ഐ എം പെർഫെക്റ്റ്. പല്ലിന് കുഴപ്പമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതെ, നാക്കിന് തീരെ കുഴപ്പമില്ല. വളരെയധികം നന്ദി സാർ.